We just finished one really long big day full of excitement. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറേ സാധനങ്ങളൊക്കെയാണെന്ന് കണ്ടേക്കുന്നത്. ഷാർക്ക് എന്നെക്കാട്ടിലും 2-3 ഇരട്ടി മുഴുപ്പുള്ളതൊക്കെ നമ്മൾ അടുത്തോടുന്ന് പൊയ്ക്കൊണ്ടിരുന്നത് അതിനകത്ത്. അതുപോലെ തന്നെ കുറച്ച് പോളാ ക്രീച്ചേഴ്സ്, പെൻഗ്വിൻസ്, പോളബേ, ഡോൾഫിനും. നിങ്ങൾ വെയിറ്റ് ആൻഡ് ചെയ്യുക. ഞാൻ ഇതിനകത്ത് എല്ലാം ഇന്നൊരു ദിവസം കണ്ടേക്കുന്ന വിശേഷങ്ങൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ വിശേഷത്തിലേക്ക് നമുക്ക് കിടക്കാം. Good everyone, my lovely Keeping Fish with Mari family. Welcome to another episode. I got some really good content for you guys today. നമ്മളിന്ന് പോകുന്നത് it's to the bustling city of Gold Coast, the party capital of Australia. We are going to one of the biggest marine aquarium theme park. Humongous aquarium ആണ്. ഷാർക്ക്, ഡോൾഫിൻ, പെൻഗ്വിൻ എല്ലാം ഉള്ളൊരു മെഗാ aquarium ആണ്. It's bang right in the middle of main beach in Gold Coast City. Let's go there and I'll show you. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 1 hour ഡ്രൈവ് ഉണ്ട് ഗോൾഡ് കോസ്റ്റ് സിറ്റി വരെ. അപ്പോൾ ഗോൾഡ് കോസ്റ്റ് സിറ്റിയുടെ സൈഡിലാണ് കേട്ടോ നമ്മുടെ ഈ സീ വേൾഡ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് അകത്ത് കയറി ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞുള്ള വിശേഷങ്ങൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഒട്ടും തന്നെ സമയം കളയണ്ട. ലെറ്റ്സ് ഗോ ടു ദ ഫസ്റ്റ് ലൊക്കേഷൻ. Guys, let's go and see some penguins initially. നമുക്ക് ഇത് കണ്ടോ, പെൻഗ്വിൻ എൻകൗണ്ടർ. 2 എംപറർ പെൻഗ്വിൻ്റെ പടമൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് നല്ല ഭംഗിക്കായിട്ടോ ഇതേക്കുന്നത്. മൊത്തം ഒരു നല്ല ബ്ലാക്ക് ആക്കിയിട്ട് അത്യാവശ്യം തണുപ്പും ഉണ്ട് ഇതിനകത്ത്. Oh my god, you guys wouldn't believe this. Whoa. Guys, മാസീവ് എന്ന് പറഞ്ഞാൽ മാസീവ് ടാങ്ക്. ഇതിനകത്ത് ഒരു പെൻഗ്വിൻ കൂട്ടം നീന്തി നടപ്പുണ്ട്. ഓമ്പോ, അവരെല്ലാം സ്വിച്ച് ഇട്ട പോലെ വന്ന് എല്ലാം കൂടെ എടുത്ത് വെള്ളത്തിലോട്ട് ചാടിയിട്ടുണ്ട്. അതിന് ക്രില്ല് പോലെ എന്തോ സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തിന്നാൻ. മറ്റേ തിന്നാൻ വേണ്ടി എല്ലാം എടുത്ത് ചാടിയേക്കുന്നത്. കഴിക്കുന്നുണ്ട് നീന്തുകയാണത്. ഇറ്റ്സ് ലിറ്ററലി ഫ്ലൈയിങ് ത്രൂ വാട്ടർ. ആ ബേർഡ്സിൻ്റെ ഒരു എവല്യൂഷനാണ് നമ്മളതിൽ നിന്ന്. ഓക്കെ, അപ്പം ഇതിൻ്റെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പെൻഗ്വിനെ മേളിൽ നിന്ന് കാണാവുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്ക് പോയി നോക്കാം. ഒരു ഗുഹ പോലാണതും. അത് ഒറിജിനൽ പെൻഗ്വിനാണോ എന്ന് എനിക്കൊരു സംശയം. ഇത് അനങ്ങാതെ നിൽക്കുന്നത് കണ്ടിട്ട്. ഓ, ഒറിജിനൽ ആട്ടോ, അനങ്ങുന്നുണ്ട്. ഉറങ്ങുകയാണ് കേട്ടോ. അമ്പോ, ഞാൻ വിചാരിച്ചു ഇവർ സ്റ്റാച്ചു പോലെ ചെറുതായിട്ട് ചുമ്മാ ഉണ്ടാക്കി വെച്ചതാണെന്ന്. പക്ഷെ അല്ല, അതിലൊരെണ്ണം ഗ്രൂം ചെയ്യുന്നുണ്ടോ. നമ്മൾ താഴെ നീന്തുന്ന കണ്ട പെൻഗ്വിനുകളാട്ടോ ഇവിടെ നിൽക്കുന്ന കുഞ്ഞന്മാർ. ഇവരിതുവരെ വെള്ളത്തിലിറങ്ങി നമ്മൾ കണ്ടില്ല. ഇത് കണ്ടിട്ട് എംപറർ പെൻഗ്വിൻ ആണെന്ന് തോന്നുന്നത്. അതിൻ്റെ ആ യെല്ലോ പാട് കണ്ടിട്ട് സൈഡിൽ. അവരെ എൻക്ലോഷർ സെറ്റ് ചെയ്തേക്കുന്ന മുകളിൽ കൂളറുകൾ വെച്ചേക്കുന്നുണ്ടോ. ഗൈസ്, അപ്പോൾ പെൻഗ്വിനെ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നമുക്ക് ഒട്ടും തന്നെ സമയം കളാതെ ഇത് കുറേ സ്ഥലമുണ്ട് കാണാൻ. നിങ്ങളെ മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മുടെ പ്ലാൻ. മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ലൊക്കേഷൻ. ഫോണിൽ ഇവരൊരു ആപ്പ് ഉണ്ട്. അടുത്ത് നോക്കി ഒരു ജെല്ലി ഫിഷിൻ്റെ ഒരു സ്ഥലമാണ്. ഗോ ആൻഡ് സീ സം ജെല്ലി ഫിഷ്. ഗ്രിഫിത്ത് യൂണിവേഴ്സിറ്റിയുടെ ഒരു സീ ജെല്ലി റിസർച്ച് ലബോറട്ടറിയും കൂടാണ് ഇത്. ദിസ് ഇസ് ദ യൂണി വേർ ഐ ഡിഡ് മൈ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ. സോ നമുക്ക് അകത്ത് പോയി നോക്കാം. ഗൈസ്, ഫാക്ട് നമ്പർ 1 അബൌട്ട് സീ ജെല്ലി. ജെല്ലി ഫിഷിൻ്റെ മേത്ത് മോർ ദാൻ 95% ഇറ്റ്സ് വാട്ടർ. And another interesting fact is we're 500 million years ആയിട്ട് കടലിലുള്ളതാണ്. So we are older than the dinosaurs. Prehistoric. ഓക്കെ, ഈ മുറിക്കകത്തുമാരെ മൊത്തം വെട്ടം കട്ടാക്കി ഇട്ടേക്കാണ്. അപ്പം ഞാൻ കറക്റ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം കാണുന്ന മൂൺ ജെല്ലി ഫിഷിനെയാണ്. ഇത് അത്യാവശ്യം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും തന്നെ ഉള്ളതാണ്. Oh my god, this is the moon jellyfish. ക്യാമറയ്ക്ക് ഫോക്കസ് ചെയ്യേണ്ടി എവിടെയാണെന്ന് മനസ്സിലാകുന്നില്ല.
ഇവർ നല്ലൊരു ടെക്നിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ മിറർ വെച്ചിട്ടുണ്ട്, ഇവിടെ ഒറിജിനൽ ടാങ്ക്, അവിടെ മിറർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് സീംസ് ലൈക്ക് എ വെരി ഹ്യൂജ് സ്പേസ്. വി മൂവ് ഓൺ ടു അപ്സൈഡ് ഡൗൺ ജെല്ലി ഫിഷ്. ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇത് ലുക്ക് ലൈക്ക് കോറൽസ്, പക്ഷെ ഇതെല്ലാം ജെല്ലി ഫിഷ് അപ്സൈഡ് ഡൗൺ ആയിട്ട് കിടക്കുന്നതാണ്. ഓസം ഷേപ്പ് ടാങ്ക്. ആ ടാങ്കിൻ്റെ ഷേപ്പ് കണ്ടോ? എനിക്ക് ക്ലോസ് ഇനഫ് അതിൻ്റെ ജെല്ലി ഫിഷിൻ്റെ ടെൻറ്റിക്കിൾസ് നല്ലപോലെ കാണാൻ പറ്റും. Beautiful chandeliers, right? So you guys are in for a treat. ഒരു amazing pillars of jellies എന്ന് പറയുന്ന ഒരു സാധനം. Incredible. ബോക്സ് ജെല്ലി ഫിഷ് പോലെ ചെയ്യുന്നു. നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ നിങ്ങൾ കാണുന്നത്രയും ടാങ്കുകളില്ല. ഇവിടെ ഫുൾ മിറർ വെച്ച് ഒരു ഫ്ലോലെസ് ആയിട്ട് അവരെ ഒത്തിരി ടാങ്ക് ഉള്ള പോലെ വരത്തിടത്തേക്കാണ്. either way designed good. നല്ല ഫ്രൈംസ് പോലെ ഇരിക്കുന്നു അതിൻ്റെ കാല്. ഓക്കെ, നമുക്കിനി ഗ്രിഫിത്ത് യൂണിയുടെ ജെല്ലി ഫിഷ് ലാബിൽ പോയി നോക്കാം. ഗ്രിഫിത്ത് യൂണി 2 വർഷം പഠിച്ചതാണ് അവിടെ. ഇവിടെ കണ്ടൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് തോന്നുന്നു. നമ്മൾ ഈ പ്ലാസ്റ്റിക് ഒക്കെ എറിഞ്ഞ് കളയുമ്പോൾ അതിന് ഉണ്ടാകുന്ന ഒരു ഡൗൺ സൈഡാണ്. ഈ ജെല്ലി ഫിഷ് എന്ന് പറയുന്നത് സീ ടർട്ടിലുകളുടെ ഒരു വലിയ ഭക്ഷണമാണ്. ആൻഡ് ഇതുങ്ങൾക്ക് ഈ പ്ലാസ്റ്റിക്കും ഇതുപോലുള്ള ജെല്ലി ഫിഷും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഓരോ സ്ക്രീനിൽ തന്നെ കാണുന്ന ഇത് പ്ലാസ്റ്റിക്കും ഇത് ജെല്ലി ഫിഷും ആണ്. ദേ വിൽ ഈറ്റ് ദിസ്. അതിൻ്റെ ഗട്ട് സിസ്റ്റം ഡൈജസ്റ്റം എല്ലാം ഡാമേജ് ആവും, അപ്പോൾ അതുങ്ങൾ ചത്തുപോകും. സോ അതിനെപ്പറ്റി ഇവിടെ ഒരു ചെറിയതായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് ക്വൈറ്റ് ആൻ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ഗൈസ് നോ ദിസ്, ബട്ട് ഇറ്റ് ഈസ് എ മസ്റ്റ് നോ. ഇത് ബേർഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ആട്ടോ. ഇത് കുറെ നീർക്കാക്കയൊക്കെ ഇരിക്കുന്നു, കുറെ പെലിക്കണും ഉണ്ട് അപ്പുറത്ത്. യമണ്ടൻ പെലിക്കണാണ് ഇരിക്കുന്നത്. കുറച്ച് നേരം കിളികളെ കണ്ട ശേഷം നമ്മുടെ മാപ്പ് പ്രകാരം നമ്മളടുത്തൊരു പോളാർ ബെയർ എൻക്ലോഷർ തേടി നമ്മൾ മുമ്പോട്ട് നടന്നു. എവരിവൺ, നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ പ്രെഡേറ്ററി ആനിമലിനെ കാണാൻ പോവുകയാണ്. ഇറ്റ്സ് ദി മൈറ്റി പോളാർ ബെയർ. അങ്ങനെ അതേ സ്ഥലത്തൊന്നും ഇതിനെ കാണാൻ പറ്റുന്നതല്ല. ലെറ്റ്സ് സീ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. പോളാർ ബെയർ എങ്ങോട്ടോ പോയി ഗൈസ്. പോളാർ ബെയറിനെ കാണാൻ വന്നിട്ട് പോളാർ ബെയറിൻ്റെ പടം കണ്ട് തിരിച്ചു പോകേണ്ട അവസ്ഥയാണെന്ന് തോന്നുന്നു. ഇതാണ് കേട്ടോ നമ്മൾ കാണാൻ വന്ന സാധനം. പോളാർ ബെയർ വരുമായിരിക്കാം, ഇല്ല നമുക്ക് അപ്പുറത്തൊക്കെ തന്നെ പോയി നോക്കാൻ കാണാൻ പറ്റുമെന്ന്. പോളാർ ബെയറിനെ പോയിട്ട് പോളാർ ബെയറിൻ്റെ കൂടെ പോലും ഇല്ല ഇവിടെ. നമുക്ക് ഒന്ന് കറങ്ങി തിരിഞ്ഞ് എക്സ്പ്ലോർ ചെയ്ത് അതിനെ എവിടെയെങ്കിലും കാണാമെന്ന് നോക്കാം. 3 പോളാർ ബെയർസ് ഉണ്ടെന്നാണ് ഇവരിവിടെ എഴുതി വെച്ചേക്കുന്നത്. നെൽസൺ, മിഷ്ക ആൻഡ് ഹഡ്സൺ. ഇവിടെ ഒരു സ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ സൈഡ്. നമുക്ക് അതുവഴി തന്നെ ഇറങ്ങിപ്പോയി നോക്കാം വല്ലതും കാണാമെന്ന്. ഒത്തമിക്കാറ് പോളാർ ബെയർ വെള്ളത്തിൽ ചാടുമ്പോൾ നീന്തുന്ന കാണാനുള്ള സ്ഥലമായിരിക്കും. യെസ്, പോളാർ ബെയർ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേനെ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി ഡിഡ് നോട്ട് സീ എ പോളാർ ബെയർ ടുഡേ. അത് നോക്കാം, കുറച്ച് കഴിഞ്ഞ് വല്ല ഷോ വല്ലതും ഉണ്ട്, അവരെ ഇനി ഇറക്കി കൊണ്ടുവരുമായിരിക്കും. Shark Bay. Oh, this would be nice. I've been waiting for sharks. Oh my god. ഇതുണ്ട് ഒരു ലെപ്പർഡ് ഷാർക്ക്. നൈസ്. നമ്മുടെ താഴെ 2 വലിയ ഷാർക്ക് കിടപ്പുണ്ട് കേട്ടോ. നേഴ്സ് ഷാർക്കാണെന്ന് തോന്നുന്നു. നല്ല വറക്കാൻ പറ്റിയ പരുവത്തിലുള്ള കുറേ മീൻ നടപ്പുണ്ട് കേട്ടോ. നമ്മൾ ഈ കാണുന്ന ഈ കുഞ്ഞു മീനൊക്കെ ഇല്ല, അതിനൊരു 2 കിലോ തൂക്കം വരും സൈസുണ്ട് കേട്ടോ. അതിന് ക്യാമറയിൽ അത്ര അതിനെ മുഴുപ്പ് കിട്ടുന്നില്ല. ഇനി താഴെ കാണുന്ന ഷാർക്കിനൊരു കാറിനെക്കാട്ടിൽ നീളമുണ്ട്. ബ്യൂട്ടിഫുൾ. Guys, what you're seeing is കുറേ ഒരു വലിയ സ്കൂൾ ഓഫ് ഷവൽനോസ് ഷാക്കുകളാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഷവലിൻ്റെ ഒക്കെ ഇത് ഹെഡ് പോലാണ് ആയിരിക്കണത്. ഓ നൈസ്. ഒരു സീ ടർട്ടിലും ഉണ്ട്. എനിക്ക് അങ്ങോട്ട് നോക്കിയിട്ട് അതിന് താഴെ ഒരു വ്യൂയിങ് പ്ലാറ്റ്ഫോം ഉള്ള പോലെ കേട്ടോ. നമുക്ക് അവിടെ പോയി നോക്കാം. അങ്ങനെയാണ് ഷാക്കിനെയൊക്കെ സൈഡിൽ നിന്ന് കാണാൻ പറ്റും. ഇതിലും അടിപൊളിയായിട്ട്. ഇതിപ്പോൾ നമ്മൾ ടോപ്പ് വ്യൂ ആണ് ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റണിങ് നൺദലെസ്.
അമ്മക്കുട്ടനെ ഇവിടുന്ന് കിട്ടുമെന്ന് നോക്കാം. നമ്മൾ താഴെ വരുമ്പോൾ ചില പുള്ളി വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ഓക്കെ, നമ്മൾ ഷാർക്കിൻ്റെ ഗുഹയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മേളിൽ നിന്ന് നോക്കിയപ്പോൾ ഇത്രയും ഭംഗിയൊന്നും അറിയാനില്ലായിരുന്നു. പക്ഷേ വാവ്, ലെറ്റ്സ് ഗോ ഡൗൺ. ഷാർക്കുകൾ, കുറേ കുഞ്ഞുമീനുകൾ. ഇതൊരു ഈഗിൾ റേ ആണ് കേട്ടോ. പിന്നെ വൈറ്റ് ടിപ്പ് റീഫ് ഷാർക്കാണ് നമ്മൾ നേരെ താഴെ കിടക്കുന്നത്. ഓ, ബ്ലാക്ക് ടിപ്പ് റീഫ്, അത് നല്ല ലുക്കുള്ള ഷാർക്ക് കേട്ടോ. ഷാർക്കിൻ്റെ ലുക്കുള്ള ഷാർക്ക് അതാണ് ഞാനിപ്പോൾ കണ്ടതിൽ. ഓ, ഇത് രാമ വരുന്നുണ്ട് കേട്ടോ. ഇതൊരു ഓലി ബ്രിഡ്ലി ടർട്ടിലാണെന്ന് തോന്നുന്നു. ഇത് നേർഡ് ഷാർക്ക് നീന്തി വരുന്നു, വലുത്. മറ്റേ വരുന്നു. ഇതിന് പാരലായിട്ട് ഒരു ടാങ്ക് കൂടെ ഉണ്ട് അപ്പുറത്ത്. അവിടെയാണ് നമ്മൾ കടലിൽ പോയി സാധാരണ പിടിക്കുന്ന വലിയ മീനുകളൊക്കെ ഉള്ളത്. എൻ്റെ പൊന്നോ, നമ്മളീ കാണുന്നതെല്ലാം വറ്റ കേട്ടോ, വലിയ ജയന്റ് ട്രവാലി. ഓ മൈ ഗോഡ്, ഒരു ബ്ലൂ ട്രവാലി ഉണ്ട്. ഒരു ഹെവി ബാരക്കൂഡ പോകുന്നുണ്ട് അവിടെ. ഒരു കടലിലെ ടോപ്പ് പ്രെഡേറ്ററി ഫിഷിൽ ഒരെണ്ണമാണ്. ഗയ്സ്, ദിസ് ഈസ് എ ബാരക്കൂഡ. മോട്ടർ കേട്ടോ. ഓ, അതിൻ്റെ പുറകിൽ നിന്ന് അപ്പോൾ ഒരു കോബിയ നീന്തി വരുന്നു. ദിസ് ജെറ്റ് സ്കീ ഗെറ്റിംഗ് ബെറ്റർ. കുറേ കോബിയുണ്ട് കേട്ടോ. ആ ഒരു ബോട്ടാ കേട്ടോ അതുവഴി പോകുന്നേ, ഇത് ടാങ്കിനകത്തൂടെ. ഷവൽ നോസ് ഷാർക്ക്, ആവോലി. Man, barracuda underwater this much close. Insane. നമ്മൾ ഇന്ന് കണ്ട ഏറ്റവും വലിയ ഷാർക്കാട്ടോ അത്. Guys, this must be the biggest fish in this tank. ബാക്കിയുള്ള മീനുകളെയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ പുറകെ വരുന്ന മീൻ ഓൾറെഡി ഒരു 100 കിലോ അടുത്ത് കാണും. അപ്പോൾ ആ ഷാർക്കിൻ്റെ എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചോണം. Oh, that's the mighty Queensland grouper.
ഗൈസ് ഓണസ്റ്റ്ലി ഞാൻ ആ ഷാർക്കിനെ കണ്ട് ഏകദേശം ഒരു മണിക്കൂറോളം അവിടെ നിന്നു. അവിടെ നിന്ന് ഞങ്ങൾ പയ്യെ പുറത്തേക്ക് നടന്നപ്പോഴേ അവിടെ ചെറിയൊരു ഷോ നടക്കുന്നത് കണ്ടു. ചെന്ന് നോക്കിയപ്പോൾ ദസ് ലിറ്റിൽ ബ്ലൂ പെൻഗ്വിൻസ്. അത് ഈ കുഞ്ഞൻ പെൻഗ്വിൻ ഉണ്ടല്ലോ, അത് അത്ര വലുതാവുള്ളൂ. പെൻഗ്വിൻ കുഞ്ഞൊന്നുമല്ല, ദാറ്റ്സ് അതിന് മാക്സിമം ഗ്രോത്ത് എത്തിയ പെൻഗ്വിനാണത്. അത് ഓസ്ട്രേലിയയുടെ ഒരു സദേൺ ഏരിയയിലാണ് കേട്ടോ അത് കാണുന്നത്. അതിന് ഒത്തിരി ഐസ് ഉള്ളിടത്തൊന്നും കാണുന്ന പെൻഗ്വിനല്ല, ബട്ട് വെരി ക്യൂട്ട്, ഒരു ഭയങ്കര ലിറ്റിൽ ഒരു വെറൈറ്റി സാധനമാണത് കേട്ടോ. എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. സോ ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേന് ദേവ ഫീഡിങ് ഇറ്റ്. അത് തിന്നത് കാണാനും നല്ല രസമാണ്. ഇങ്ങനെ തത്തിയൊക്കെ പോകുന്ന കണ്ടാൽ നല്ല രസമുള്ളൊരു പരിപാടിയായിരുന്നു കേട്ടോ. അത് എന്നെല്ലാം മിസ്സാകാഞ്ഞത് നന്നായി. നമ്മൾ ഡോൾഫിൻ ഷോയുടെ സ്റ്റേഡിയത്തിലോട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഷോയ്ക്ക് റെഡിയായിട്ട് ഡോൾഫിൻ സൈഡിൽ കൊണ്ട് നടപ്പുണ്ട്. നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട് റോയിൽ തന്നെ. നമുക്ക് എന്നാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ഡോൾഫിൻ ഇല്ലാതെ വഴി ഇങ്ങനെ റെഡിയായി നടപ്പുണ്ട്. സോ ഇറ്റ് ഷുഡ് ബി ആൻ ഇൻക്രെഡിബിൾ ഷോ. ഇത് ഇച്ചിരി ഫേമസ് ഷോ ആണ് ഡോൾഫിൻ ഷോ, ഈ ഗോൾഡ് കോസ്റ്റിലെ സീ വേൾഡിലെ ഡോൾഫിൻ ഷോ. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. This is Dolphin Beach. This is home and discovery. When friendships are formed and the infinity between two very different species is fully realized. Come to this day as we explore the tides that find us and take him up closely at one of the most remarkable mammals on the planet, the Pacific bottlenose dolphin. ആ ഡോൾഫിൻ ഷോയിൻ്റെ കുറച്ച് ഗ്ലിംസ് മാത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടേക്കുന്നത്. ദിസ് വാസ് ഓണസ്റ്റ്ലി ദ ബെസ്റ്റ് ഡോൾഫിൻ ഷോ എവർ സീൻ. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ഇതിൻ്റെ ഫുൾ വിശേഷങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്, ഇൻക്ലൂഡിങ് വി ഫൈനലി മെറ്റ് ദാറ്റ് പോൾ അവേ. ടിൽ ദെൻ യു ടേക്ക് കെയർ.